ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് അടുത്തത് വേർഡ് പ്രോബ്ലംസാ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ വേർഡ് പ്രോബ്ലംസ് പറഞ്ഞിട്ട് വെറുതെ ഞാൻ സമയം കളയുന്നില്ല. കാരണം നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യന്റെ മീനിങ് ഞാൻ പറഞ്ഞു തരും. എന്തായാലും ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. വേർഡ് പ്രോബ്ലംസിൽ ടോട്ടൽ കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷൻ ചെയ്യണമെന്ന് മനസ്സിലാവും. അതുപോലെ ഡിഫറൻസ് കണ്ടുപിടിക്കാനൊക്കെ ആണെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ മീനിങ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ വേർഡ് പ്രോബ്ലംസ് പറഞ്ഞിട്ട് മിസ് വെറുതെ സമയം കളയുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? ഓ, പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 85, പുതിയ ചാപ്റ്റർ മെഷർമെന്റ്. പേജ് നമ്പർ 85, third chapter, measurement. അപ്പൊ മെഷർമെന്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. എന്താ മെഷർമെന്റ്? എന്താ മെഷർമെന്റ്? അളവ് അല്ലേ? നമുക്ക് 3 രീതിയിലുള്ള മെഷർമെന്റ് പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത്. ലെങ്ത്, വെയിറ്റ്, കപ്പാസിറ്റി. ലെങ്ത്, വെയിറ്റ്, കപ്പാസിറ്റി 3 തരത്തിലുള്ള മെഷർമെന്റ് ആണ് പഠിക്കാനുള്ളത്. ലെങ്ത് എന്ന് വെച്ചാൽ നീളം അല്ലെങ്കിൽ ദൂരം, ഇതൊക്കെ നമ്മൾ ലെങ്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ? വെയിറ്റ്, നിങ്ങളോട് ഇപ്പൊ നിങ്ങളുടെ വെയിറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ? നിങ്ങൾ വെയിങ് മെഷീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എത്രയാണെന്ന് പറയാൻ പറ്റും. ഭാരം, ഇതാണ് വെയിറ്റ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തില്, ഒരു ജാറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ലിക്വിഡിന്റെ അളവ്. ലിക്വിഡ് എന്ന് വെച്ചാൽ എന്താ ലിക്വിഡ്? വാട്ടറിന്റെ ഫോമിലുള്ളതാണ് ലിക്വിഡ്. വാട്ടർ പോലെ, വെള്ളം പോലെയുള്ളതാണ് ലിക്വിഡ്. എന്താ ജെബിൻ? ദ്രാവകം. ദ്രാവകം, അതാണ് ലിക്വിഡ്. ഓക്കെ, അതായത് വെള്ളത്തിന്റെ രൂപത്തിലുള്ളത്, വെള്ളം പോലെയുള്ളതാണ് ലിക്വിഡ്. വാട്ടർ, ഓയിൽ, അങ്ങനെയുള്ളതൊക്കെയാണ് ലിക്വിഡ്. അപ്പൊ ലിക്വിഡിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ കപ്പാസിറ്റി എന്നുകൊണ്ട് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ലെങ്ത്. ഓക്കെ, പേജ് നമ്പർ 85 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 85. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് മിസ് വായിക്കുന്ന ഒന്ന് നോക്കണേ. The standard unit for measuring length is meter. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് യൂണിറ്റ്സ് അറിയാം. നീളം അളക്കാൻ വേണ്ടി നമ്മൾ സ്കെയിലിൽ സെന്റിമീറ്റർ വെച്ച് പറയുന്നുണ്ട്, മില്ലിമീറ്റർ വെച്ച് പറയുന്നുണ്ട് അല്ലെ? എന്നാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ നോർമൽ ആയിട്ട് പറയുന്ന യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഓക്കെ, the length of cloth, height of a tree and distance between two objects all are measured in meters. നമ്മുടെ റൂമിന്റെ ലെങ്ത്തും വിഡ്ത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എ ട്രീ, അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ചപ്പുറത്തേക്കുള്ള ദൂരം, നിങ്ങളുടെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിന്റെ നീളം, ഇതൊക്കെ മീറ്ററിലല്ലേ പറയുന്നേ? അല്ലെങ്കിൽ ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി ഇത്ര മീറ്റർ തുണി വേണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മീറ്ററിൽ മെഷർമെന്റ് എടുക്കുന്ന സിറ്റുവേഷൻസ്. A meter rod is a metal rod measuring exactly 1 meter. അതൊക്കെ പോട്ടെ. മീറ്ററിനെ, ഒരു മീറ്റർ യൂണിറ്റിനെ നമ്മൾ 100 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്താൽ, ഒരു മീറ്ററിനെ 100 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്താൽ അതിൽ
ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റിമീറ്റർ. സെന്റി എന്ന് വെച്ചാൽ 100 എന്ന മീനിങ്. ഓക്കെ, സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഒരു മീറ്ററിനെ 100 പാർട്സ് ആക്കിയതിൽ 1. അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ വേറൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, വേറൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ലിസൺ ഹിയർ. One meter is equal to, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 1 meter. One meter is equal to 100 centimeter. അതായത് നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിലിന്റെ 0 മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ്, സ്കെയിലിനകത്ത് 0 to 15 നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ 0 മുതൽ 1 വരെയുള്ള അത്രയും ദൂരമാണ് സെന്റിമീറ്റർ. അങ്ങനെയുള്ള 100 സെന്റിമീറ്റേഴ്സ് കൂടിയാലാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 1 മീറ്റർ കിട്ടുന്നത്. That means 1 meter is equal to 100 centimeter. നോട്ടിൽ എഴുതണ? ഇപ്പൊ എഴുതണ്ട, ഞാൻ പറയുമ്പോ എഴുതിയാ മതി. അതായത് മീറ്റർ എന്നുള്ളതിനെ ഞാൻ മിസ് മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. നമ്മുടെ മാത്തമാറ്റിക്സിലെല്ലാം നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാ പറയാം. ഷോർട്ട് ലാംഗ്വേജ് ആണ് മാത്തമാറ്റിക്സ്. എല്ലാം നമ്മളിങ്ങനെ വലിച്ചു വാരി എഴുതൊന്നുമില്ല, അല്ലേ? ഗ്രേറ്റർ ദാൻ എന്നുള്ളതിന് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു സിമ്പൽ ഉണ്ട്, ലെസ് ദാൻ എന്നുള്ളതിന് ഇങ്ങനെ ഒരു സിമ്പൽ ഉണ്ട്, അല്ലേ? രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് പറയാൻ ഇങ്ങനെ ഒരു സിമ്പൽ ഉണ്ട്. എല്ലാം സിമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ പറയുന്നത്. അപ്പൊ ഈ 1 മീറ്റർ എന്നുള്ളത് നമ്മൾ നോർമലി 1 m എന്ന് പറയും, സ്മോൾ ലെറ്റർ m. 1 meter. 1 meter is equal to 100 സെന്റിമീറ്ററിനെ cm എന്നും പറയും. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടി m എന്ന് കണ്ടാൽ we read it as 25 m എന്ന് പറഞ്ഞാൽ 25 മീറ്റർ. അല്ലെങ്കിൽ 455 cm എന്ന് പറഞ്ഞാൽ 455 സെന്റിമീറ്റർ. m എന്ന് പറഞ്ഞാൽ മീറ്റർ, cm എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ. ഓക്കെ, നോട്ട്ബുക്ക് എടുത്തോ. എന്നിട്ട് ആദ്യം ലെങ്ത് എന്ന് മെഷർമെന്റ് എന്ന് ടോപ്പിക് കൊടുക്കുക. മെഷർമെന്റ്, MEASUREMENT, മെഷർമെന്റ്. എന്നിട്ട് അതിന്റെ താഴെ ലെങ്ത്. ഫസ്റ്റ് വൺ length, 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 length. ഇതിലൊരു അണ്ടർലൈനും കൊടുത്തു. മെഷർമെന്റ് എന്ന ചാപ്റ്റർ ഹെഡിങ് കൊടുക്കുക, പുതിയ പേജ് തന്നെ എഴുതിക്കോ. അതിന് തൊട്ട് താഴെ ഫസ്റ്റ് വൺ ലെങ്ത് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെയായിട്ട് എഴുതുക the standard unit of length is meter, METRE.
The standard, STANDARD, standard unit of length is meter. METRE. പുതിയ വേർഡ്സിന്റെ സ്പെല്ലിംഗ് പറഞ്ഞുകൊണ്ട് എഴുതണേ. അറിയാത്ത വേർഡ്സിന്റെ അത് പഠിക്കുകയും വേണം. മെഷർമെന്റ്, MEASUREMENT, മെഷർമെന്റ്. Length, LENGTH, length. The standard unit of length is meter. എന്നിട്ട് അതിന് താഴെ എഴുതുക 1 meter is equal to, words എഴുതുക 1 meter, 1 METRE, 1 meter is equal to 100 centimeter. CENTIMETRE, centimeter. അത് ഷോർട്ട് ആക്കി എഴുതുക 1 meter is equal to 100 centimeter. ഈ സെന്റിമീറ്റേഴ്സ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തൊക്കെ മെഷർ ചെയ്യാൻ? ചെറിയ ചെറിയ കാര്യങ്ങളുടെ ലെങ്ത് എടുക്കാൻ. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിന്റെ നീളം, നോട്ട്ബുക്കിന്റെ നീളം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ നീളം, ടിവിയുടെ നീളം, ഇതൊക്കെ നമ്മൾ സെന്റിമീറ്ററിലാണ് പറയാം. അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ലെങ്ത്, അല്ലെങ്കിൽ പെൻസിലിന്റെ ലെങ്ത്, ഇതൊക്കെ നമ്മൾ സെന്റിമീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ സ്കെയിൽ വെച്ചിട്ടല്ല മെഷർമെന്റ് എടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ സെന്റിമീറ്റർ ഉപയോഗിക്കും. ഇനി കുറച്ചും കൂടി വലിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ മീറ്റർ ഉപയോഗിക്കും. ഓക്കെ, എഴുതി കഴിഞ്ഞോ? Then ആ പേജിൽ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഇല്ലതാണ്, ഇല്ല നിങ്ങൾ പഠിച്ചില്ല എന്ന് പറയരുത്. In class 2 you learned how to convert one unit into another. സെക്കൻഡ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. സെന്റിമീറ്ററിൽ തന്നാൽ മീറ്ററിലേക്ക് മാറ്റാനോ, മീറ്ററിൽ തന്നാൽ സെന്റിമീറ്ററിലേക്ക് മാറ്റാനോ you learned in class 2. രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ലേ പഠിച്ചത്? കൺവേർഷൻ പഠിച്ചത് ഓർമ്മയില്ലേ? മീറ്ററിൽ തന്നതിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ, സെന്റിമീറ്ററിൽ തന്നതിനെ മീറ്ററിലേക്ക് മാറ്റാൻ. ജസ്റ്റ് ഒരു പോയിന്റ് പോലെ പറഞ്ഞു തരാം. അതും നിങ്ങൾ നോട്ട്ബുക്കിൽ മിസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ എഴുതിക്കോ. ഇപ്പൊ എഴുതിയതിന് തൊട്ട് താഴെയായിട്ട് എഴുതുക കൺവേർഷൻ ഓഫ്, conversion, CONVERSION, conversion of units of length, conversion of units of length. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാം, conversion of units of length. അതിൽ ഫസ്റ്റ് വൺ to convert meters into meter into centimeter. To convert
മീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ. സ്പെല്ലിംഗ് പറഞ്ഞുകൊണ്ട് എഴുതണേ. To convert meter into centimeter. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്ത് ചെയ്താൽ മതി എന്നാ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചത്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ the meter to convert meter into centimeter, multiply the meter measurement by 100. Multiply the meter measurement by 100. Multiply. Spelling അറിയില്ലെങ്കിൽ പറഞ്ഞോണ്ട് എഴുതണേ പുതിയ വേർഡ്സിന്റെ. Multiply the meter measurement by 100. എന്തുകൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്നേ? 1 മീറ്റർ 100 സെന്റിമീറ്റർ ആയതുകൊണ്ട്. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സാമ്പിൾ. "24 meter is equal to 24 into 100, that is equal to 2400 centimeter." ആ എക്സാമ്പിളും കൂടി ഒന്ന് എഴുതി വെച്ചു. ഈ എക്സാമ്പിളും കൂടെ എഴുതണോ? ആ എക്സാമ്പിളും കൂടി എഴുതി വെച്ചു. "24 meter is equal to 24 into 100 equal to 2400 centimeter." ഇനി വേറൊരു തരത്തിലും സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ ക്വസ്റ്റ്യൻ വരാം. 8 meter 45 centimeter. മീറ്ററും സെന്റിമീറ്ററും തന്നിട്ട് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ തന്നിരിക്കുന്ന മീറ്ററിനെ മാത്രം സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ സെന്റിമീറ്ററും അതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. 8 meter 45 centimeter എന്ന് പറഞ്ഞാൽ 8 meter plus 45 centimeter ആണ്. അപ്പോ ആ തന്നിരിക്കുന്ന മീറ്റർ മെഷർമെന്റിനെ മാത്രം എന്ത് ചെയ്യാം? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 8 into 100 എന്നിട്ട് അതിനോട് കൂടി എന്ത് ചെയ്യണം? 45 ആഡ് ചെയ്യണം. 8 into 100 എത്രയാ? 8 into 100 800 plus 45, that is equal to 845 centimeter. മീറ്ററും സെന്റിമീറ്ററും തന്നാൽ അതിൽ മീറ്ററിനെ മാത്രം സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി?
എന്ത് ചെയ്താൽ മതി? അതിനോട് കൂടി തന്നിരിക്കുന്ന സെന്റിമീറ്റർ ആഡ് ചെയ്യാം. ആ 2 എക്സാമ്പിളും എഴുതി വെച്ചു. എഴുതിയോ? നമ്മൾ ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല, എഴുതി മൾട്ടിപ്ലൈ ചെയ്യൊന്നും വേണ്ട. തന്നിരിക്കുന്ന നമ്പറിനോട് കൂടി 2 സീറോ ആഡ് ചെയ്താൽ മതി. അത്രേ ചെയ്യാനുള്ളൂ. ഇപ്പൊ 4 into 100 ആണെങ്കിൽ 10 into 100 ആണെങ്കിൽ 10 എഴുതിയിട്ട് അതിന്റെ കൂടെ സീറോ ആഡ് ചെയ്യുക. 10 0 0. 25 into 100 ആണെങ്കിൽ 25 എഴുതിയിട്ട് 2 0 0. 25 0 0. 2 സീറോ ഇട്ട് കൊടുത്താൽ മാത്രം മതി. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. എഴുതി കഴിഞ്ഞോ? കുറച്ച് സ്പീഡിൽ പോവേ ഇനി മുതൽ, പെട്ടെന്ന് തീർക്കേണ്ടതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് അയച്ചു തരാം. ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. എന്തായാലും വീട്ടിൽ നിന്ന് എല്ലാവരും ഇരുന്ന് പഠിക്കണേ. ഇന്നിപ്പോ പഠിച്ച ഇത്രയും കാര്യം ഇന്ന് തന്നെ പഠിക്കണം. ഡൗട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ? നിങ്ങൾ 2ാം ക്ലാസ്സിൽ ഇത് പഠിച്ചുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പറഞ്ഞേ. ഇതെല്ലാം ഇതേപോലെ തന്നെ 2nd സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞവരെന്നാൽ ലീവ് ചെയ്തോ. അതിന്റെ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുന്നതിന്റെ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ബാക്കിയുള്ളവര് പെട്ടെന്ന് എഴുതി കംപ്ലീറ്റ് ആക്കിക്കോ. എന്നാ ലീവ് ചെയ്തോ. ലീവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോ. എക്സസൈസ് 3.1 പേഴ്സണൽ ആയിട്ടാണോ മെസ്സേജ് തരേണ്ടത്? പേഴ്സണൽ ആയിട്ട് അയച്ചെന്നാ മതി. കഴിഞ്ഞോ എല്ലാവർക്കും?